ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യ ഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ്. ഇതിൽ 100% തെറ്റുകാരൻ മനാഫ് തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം 10-72 ദിവസം തന്റെ മക്കളെ കുടുംബത്തിനേക്ക് കളഞ്ഞൊരു പുഴയുടെ തീരത്ത് തന്റെ അനുജൻ സുഹൃത്തെന്നൊക്കെ അവകാശപ്പെട്ട് അദ്ദേഹം ഊണ് മുറക്കവും കളഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് അവസാനം കിട്ടിയതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഒരിക്കലും അത്യധികമായിട്ടുള്ള ആത്മാർത്ഥത പാടില്ല, അവസാനം കള്ളനാവും. മുഴുവനും കണ്ട വാർത്തകളിലൊന്നും ഈ പറയുന്ന അളിയനോ കുഞ്ഞമ്മയുടെ മോനോ ആരെയും കണ്ടിട്ടില്ല. എന്തായാലും ഈ മാധ്യമ പ്രവർത്തകരാരും മനാഫിന്റെ വേണ്ടപ്പെട്ടവരോ അളിയന്മാരോ കൊച്ചന്മാരോ ആരും അല്ലല്ലോ. അർജുന്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ അവിടെ റിപ്പോർട്ട് ചെയ്തനെ. അവിടെ മനസ്സും ശരീരവും അറിഞ്ഞു നിൽക്കുന്ന ആളിനെയാണ് പത്രപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യാതൊരുവിധ സഹായങ്ങളും വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മോളൊരു കാര്യം ചെയ്യുക, സർക്കാർ ഓഫർ ചെയ്ത ജോലി അങ്ങ് വേണ്ടെന്ന് വെക്കുക. അർജുൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. കേരളത്തിൽ ഒരുപാട് പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ജോലി കൊടുക്കേണ്ടി വരും. ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്, ഈ കുടുംബത്തിന് വേണ്ടി യാതൊരുവിധ ഫണ്ടും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മരണപ്പെട്ട് ആ കുടുംബത്തിൽ നിന്നും വിട പറഞ്ഞിട്ട് അവർ പത്രസമ്മേളനത്തിന് ഫണ്ട് പിരിച്ചു, ഫണ്ട് വന്നു, ഫണ്ട് പണം. അവന്റെ ജീവൻ ഇവിടെ പുല്ലുവിലയാണ്. നേരിട്ട് വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു പറയേണ്ട ഒരു കാര്യം, പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞു പുള്ളിയുടെ യൂട്യൂബ് ചാനലിന് റീച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഏകദേശം 12 ദിവസത്തോളമായി മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരാളുടെ യൂട്യൂബിൽ എന്തിടണ്ടെന്ന് അയാൾ തീരുമാനിക്കും. നിയമത്തിന് അനുസൃതമായിട്ടും മറ്റൊരാളെ മോശപ്പെടുത്താത്തതുമായിട്ടുള്ള വീഡിയോകൾ ആർക്കും വേണോ പോസ്റ്റ് ചെയ്യാം.